റോസിൻ ബ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പ്രിംഗ് ആണ്, പേപ്പർ സ്പ്രിംഗ് ആണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പം കുറച്ച് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വീഡിയോ എടുത്തത്. അപ്പം നമുക്കിനി ബാക്കി ഉണ്ടാക്കാം. ഇത്ര ഉണ്ടാക്കി ഞാൻ നമുക്ക് ഇതിൻ്റെ പേപ്പർ വേണം, പിന്നെ ഗ്ലൂ, സ്കെയിൽ വേണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിലെടുക്കാം. ഞാൻ ഈ സ്കെയിലിൻ്റെ വലുപ്പത്തിനാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ കത്രി വെച്ചിട്ടോ ബ്ലേഡ് വെച്ചിട്ടോ മുറിക്കാം. കൈ മുറിക്കണ്ടല്ലോ, ഈസിയായിട്ട് ഇത് മുറിഞ്ഞും വീഴും ചെയ്യും. ഫുള്ളി അങ്ങോട്ട് ഇതെടുത്തിട്ട് ഉണ്ടാക്കാൻ പോകും. ഉണ്ടാക്കാൻ ഈസിയാണ്. മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പേപ്പർ ആവശ്യമുണ്ട്. എനിക്ക് നമുക്ക് ഇതിൻ്റെ തലഭാഗത്ത് ഇത്തിരി പക്ഷേ ജസ്റ്റ് ഞാൻ പരത്തിയെടുത്തത് ഈ പേപ്പർ എടുത്ത് ഈ എൽ ഷേപ്പിൽ ഇങ്ങനെ ആക്കി എടുക്കണം, ഒട്ടിച്ചിട്ട് എടുക്കണം. ഇനി പിന്നെ നമ്മൾ ഇങ്ങോട്ട് അങ്ങനെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കാം. ഇങ്ങനെ എന്താ പറയുക, മടക്കി കൊടുക്കാം. അങ്ങനെ ഓപ്പോസിറ്റ് നേരോട്ടാക്കി കൊടുക്കുക, പിന്നെ ലെഫ്റ്റിലോട്ടാക്കി കൊടുക്കുക, പിന്നെ ഇതായിട്ടാക്കി കൊടുക്കുക, റൈറ്റിലോട്ടാക്കി കൊടുക്കുക, പിന്നെ ഇതായിട്ടാക്കി കൊടുക്കുക, പിന്നെ ലെഫ്റ്റിലോട്ടാക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ശേഷം നമ്മൾ ഒട്ടിക്കണം. അപ്പോൾ നമ്മളിവിടെ നമ്മളെ മുറിച്ച പേപ്പർ ഇവിടെ ഇങ്ങനെ സ്പ്രിങ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വിരിച്ച് ചെയ്തതാണ്. ഇതിങ്ങനെ വലിയ ആവും, സ്പ്രിങ് പോലെ ആവും. ഇനി നമുക്കിത് ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ പ്രഷർ ചെയ്തിട്ട് അങ്ങനെ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചെടുത്ത് സെറ്റാക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ചതിൻ്റെ മേലെ ഇത് ബാക്കി ഒട്ടിച്ചെടുക്കാം. ഇപ്പം 3 എണ്ണം മാത്രം ഇത്ര വലുപ്പമുണ്ട്. പൊട്ടിപ്പോ കണ്ടിട്ട് ഇത്ര വലുതായി. ഇനി നമുക്കിത് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ കുറേ എണ്ണം ആക്കി എടുത്തിട്ട് ഇപ്പം ഏകദേശം എൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട്, എന്നെക്കാളും വലിയത് ആക്കി കേസ് വേണം. അപ്പം ഇനി നിങ്ങളിത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സാധനമാണ്. നിങ്ങളിത് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.